കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി തൊഴിലാളികൾ പണിമുടക്കുകയാണ്. അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്കിൽ രാജ്യം നിശ്ചലമായി. ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷം ചേരുന്നു. സന്തോഷ്, രാജ്യത്തെ മുഴുവൻ വിവരങ്ങൾ, ഒപ്പം തലസ്ഥാനത്തെയും. അജിംഷാദ്, രാജ്യത്തെ തൊഴിലാളികൾ ഒന്നടങ്കം ഐതിഹാസികമായ പണിമുടക്കിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം 10 ദേശീയ ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. 12 ഇന ആവശ്യങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും സർക്കാരിന് മുന്നിൽ വച്ചിരുന്നെങ്കിലും ഈ വിഷയങ്ങൾ പരിഗണിക്കാനോ ട്രേഡ് യൂണിയനുകളെ ചർച്ചയ്ക്ക് വിളിക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് ട്രേഡ് യൂണിയനുകൾ പൊതു പണിമുടക്കിലേക്ക്, അഖിലേന്ത്യാ പണിമുടക്കിലേക്ക് നീങ്ങിയത്. ട്രേഡ് യൂണിയനുകളെ കൂടാതെ ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകളിൽ ഉൾപ്പെടെയുള്ള ദേശീയ ഫെഡറേഷനുകളും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായും രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകളും അതോടൊപ്പം തന്നെ സർവീസ് മേഖലയും സ്തംഭിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും ബാങ്കിംഗ് മേഖലയിൽ ഉൾപ്പെടെയുള്ളവരും അതോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ളവരും വ്യവസായ മേഖലയിലുള്ളവരും എല്ലാം തന്നെ പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ജീവനക്കാർ ഉൾപ്പെടെ പണിമുടക്കിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പണിമുടക്കിന്റെ ഒരു പ്രത്യേകത. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന രണ്ടാമത്തെ പണിമുടക്കാണിത്. കഴിഞ്ഞ വർഷവും ഈ 12 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ആയിരുന്നു തൊഴിലാളി സംഘടനകൾ പണിമുടക്ക് നടത്തിയത്. എന്നാൽ അതിനുശേഷമോ അല്ലെങ്കിൽ ഈ പണിമുടക്കിന്റെ പ്രഖ്യാപനം മാർച്ച് മാസത്തിൽ ഉണ്ടായതാണ്. മാർച്ച് മാസത്തിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് ശേഷമോ ട്രേഡ് യൂണിയനുകളെ ചർച്ചയ്ക്ക് വിളിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പണിമുടക്കിലേക്ക് എത്താനുണ്ടായ സാഹചര്യം ഉണ്ടായത്. ഇതിൽ നിന്നും ദേശീയ ട്രേഡ് യൂണിയനുകളിൽ സംഘപരിവാർ സംഘടനയായ അനുകൂല സംഘടനയായ BMS മാത്രമാണ് മാറി നിൽക്കുന്നത്. BMS നേതൃത്വവുമായി സർക്കാർ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, BMS സംഘടനകൾ പണിമുടക്കിന് നോട്ടീസ് പോലും നൽകിയിരുന്നില്ല. നോട്ടീസ് നൽകാത്ത സംഘടനയെയാണ് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത്. അതിനുശേഷം കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വാർത്താ സമ്മേളനം വിളിക്കുകയും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. സ്വാഭാവികമായി ഒരു തരത്തിലുള്ള ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. 12 ആവശ്യങ്ങളിൽ ഒന്നുപോലും പരിഗണിച്ചില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ പണിമുടക്ക് അനാവശ്യമാണ് എന്നുള്ള ഒരു ധാരണ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും പണിമുടക്ക് ഇപ്പോൾ രാജ്യത്ത് അതിന്റെ ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. BMS നേതൃത്വം പണിമുടക്കിൽ നിന്ന് പിന്മാറുന്നു എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും BMSന്റെ പ്രാദേശിക ഘടകങ്ങൾ ഉൾപ്പെടെ പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 10ഓളം സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായും ബന്ദിന്റെ ഒരു പ്രതീതി തന്നെയാണ് ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യവസായ മേഖലകൾ അതോടൊപ്പം തന്നെ സർവീസ് മേഖലകളും പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തും പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണ അർത്ഥത്തിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സുനിൽ, ISROയിലെ ജീവനക്കാരടക്കം പണിമുടക്കിലേക്ക് പങ്കെടുക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ തെക്കൻ കേരളത്തിലെ? അജിംഷാദ്, തെക്കൻ കേരളത്തിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. KSRTC അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ബസ് സർവീസുകളോ ഒന്നും തന്നെയില്ല. റെയിൽവേ സ്റ്റേഷന് വന്ന് മെഡിക്കൽ കോളേജിലേക്കും RCCയിലേക്കും പോകുന്ന രോഗികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും പോലീസ് വാഹനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ. അതുപോലെ പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലും പൂർണ്ണമായും ഈ പണിമുടക്കിനോട് ജനങ്ങൾ തന്നെ സഹകരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട്, തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ദേശവ്യാപകമായി പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിൻ്റെ ഭാഗമായി തന്നെ രാവിലെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. 11 മണിയോടുകൂടി തന്നെ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ സംയുക്ത സമിതി സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. ആ ധർണ വൈകുന്നേരം വരെ തുടരും. ഇന്ന് അർദ്ധരാത്രി 12 മണി വരെയാണ് പണിമുടക്ക് ഉള്ളത്. പ്രത്യേകിച്ച് ടെക്നോ പാർക്കിലെയും അതുപോലെ ISROയിൽ അടക്കമുള്ള ജീവനക്കാർ ഈ പണിമുടക്കിനോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വിഭാഗം ജീവനക്കാർ ജോലിക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ISRO വാഹനങ്ങൾ കോൺവേ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടി പോലീസിനോട് അവർ കോൺവേ അടിസ്ഥാനത്തിൽ അവരെ ജീവനക്കാരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് അത്തരത്തിൽ ജീവനക്കാർ പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് അധ്യാപകരും സർക്കാർ മേഖലയിലെ തൊഴിലാളികളെല്ലാം തന്നെ, ജീവനക്കാരെല്ലാം തന്നെ ഈ ഒരു പണിമുടക്കിൽ ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കൊണ്ട് തന്നെ പൂർണ്ണമായും എല്ലാ മേഖലയും സ്തംഭിക്കുന്ന ഒരു
കാഴ്ചയായിരിക്കും തെക്കൻ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അടുത്ത മണിക്കൂറുകൾ സമരം കൂടുതൽ തരത്തിലേക്ക് പ്രതിഷേധത്തിൻ്റെ ഭാഗത്തിലേക്കൊക്കെ മാറുന്ന ഒരു കാഴ്ചയിലേക്കും വരും. ഇതുവരെയും മറ്റു തരത്തിൽ യാതൊരു തരത്തിൽ എയർപോർട്ട്, ആശുപത്രി, അതുപോലെ പാൽപത്രം തുടങ്ങിയ അവശ്യ സർവീസുകളൊക്കെ ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിലുണ്ട്. എയർപോർട്ടിലേക്കും അതുപോലെ തന്നെ ആശുപത്രിയിലേക്കും പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിലുണ്ട്. ഏതായാലും ആദ്യ മണിക്കൂറുകൾ 12 മണി മുതൽ നോക്കുമ്പോൾ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും ഈ തെക്കൻ കേരളത്തിൽ ഈ ദേശീയ പണിമുടക്ക് അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമാണ് എന്ന് പറയാൻ സാധിക്കും. തീർച്ചയായും സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ഒപ്പം തെക്കൻ കേരളത്തിൻ്റെ മുഴുവനായും നൽകിയത്. BMS ഒഴികെയുള്ള കേന്ദ്ര സർക്കാർ അനുകൂല സംഘടനയായ BMS ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുകയാണ്. CITU, AITUC, INTUC അടക്കമുള്ള എല്ലാ പ്രമുഖ തൊഴിലാളി സംഘടനകളും ഏതാണ്ട് 10ഓളം തൊഴിലാളി സംഘടനകളാണ് രാജ്യത്ത് പ്രതിഷേധത്തിലേക്ക്, സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം രാജ്യത്ത് പുരോഗമിക്കുന്നത്. 24 മണിക്കൂർ സമരത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വ്യാവസായിക കേന്ദ്രങ്ങൾ അടക്കം ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ വിവരങ്ങൾ, മധ്യകേരളം മുഴുവൻ. അജിംഷാദ്, വ്യവസായ തലസ്ഥാനം ഉൾപ്പെടുന്ന എറണാകുളം ജില്ല അടക്കം മധ്യകേരളത്തിലും ആദ്യ മണിക്കൂറിൽ പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രവർത്തനരഹിതമാകും. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും നിരവധി വ്യവസായ സ്ഥാപനങ്ങളാണ് കൊച്ചിയിൽ ഉള്ളത്. FACT, HMT, HOC, TCC, അപ്പോളോ ടയേഴ്സ് തുടങ്ങിയുള്ള വ്യവസായ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇന്ന് തൊഴിലാളികളും ജീവനക്കാരും പണിമുടക്കും. അതുകൊണ്ട് തന്നെ വ്യവസായ മേഖല ഒരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങും. ഇതുകൂടാതെ പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം ഇന്ന് നിലച്ച മട്ടാണ്. പ്രത്യേകിച്ച് KSRTC അടക്കം ഇന്ന് സർവീസ് നടത്തിയിട്ടില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇന്ന് ഒരു സർവീസ് പോലും ഇന്ന് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ജീവനക്കാരും തന്നെ ഇന്ന് ഡ്യൂട്ടിക്ക് എത്തിയിട്ടില്ല. കാരണം ഇന്ന് അവർ പണിമുടക്കിനോട് അനുഭവം പ്രകടിപ്പിച്ച് മുഴുവൻ ജീവനക്കാരും, KSRTCയിലെ മുഴുവൻ ജീവനക്കാരും ഇന്ന് പണിമുടക്കിലാണ്. അതുകൊണ്ട് തന്നെ സർവീസ് ഒന്നും തന്നെ നടത്തിയിട്ടില്ല. എന്നാൽ കൊച്ചി നമുക്കറിയാം വളരെയധികം ഗതാഗതം നിറഞ്ഞ ഒരു പ്രദേശമാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ ഏതാനും ചില സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും എല്ലാം തന്നെയാണ് നിരത്തിൽ സർവീസ് നടത്തുന്നത്. നേരത്തെ മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ എയർപോർട്ട് അടക്കമുള്ളവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അവശ്യ സർവീസുകൾ നടത്തുന്നുണ്ട്. എയർപോർട്ടിലേക്കുള്ള യാത്രക്കാർ പോകുന്നുണ്ട്, ആശുപത്രിയിലേക്ക്, അത്തരത്തിലുള്ള സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അതൊഴികെ ബാക്കി സർവീസുകളൊന്നും തന്നെ ഇല്ല. കടകമ്പോളങ്ങൾ സ്വാഭാവികമായും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഇതുകൂടാതെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, അതുപോലെ കൊച്ചി തുറമുഖം തുടങ്ങിയവിടങ്ങളിലെല്ലാം തന്നെ ഇന്ന് പണിമുടക്ക് കാര്യമായി തന്നെ ബാധിക്കും. എയർപോർട്ടിൽ അവശ്യ സർവീസ് ഇന്ന് പണിമുടക്കില്ലെങ്കിൽ തന്നെയും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാർ അടക്കം ഇന്ന് സമരത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ മേഖല ഇന്ന് സ്തംഭിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. മറ്റ് സർക്കാർ ഓഫീസുകളിലും മറ്റും ഹാജർ നിലയും എല്ലാം അറിയാറാവുന്നതേ ഉള്ളൂ. അത് 10 മണിയോടുകൂടി തന്നെ അത് അറിയാനാകും. എങ്കിൽ തന്നെയും ഇന്ന് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ തന്നെയും മുഴുവൻ ജീവനക്കാരും, ട്രേഡ് യൂണിയൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ മുഴുവൻ ജീവനക്കാരും ഈ പണിമുടക്കിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് ആരും തന്നെ ഇന്ന് ജോലിക്കെത്തില്ല എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയ്ക്ക് സമാനമായി തന്നെ മറ്റ് ജില്ലകളിലും, മധ്യകേരളത്തിലെ മറ്റ് ജില്ലകളിലും പണിമുടക്ക് പൂർണ്ണമാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ തോട്ടം മേഖലയും മറ്റുമാണ് ഇന്ന് പണിമുടക്ക് ബാധിക്കുക. ഇതുകൂടാതെ ടൂറിസം മേഖലയെയും ബാധിക്കും. പ്രത്യേകിച്ച് മൂന്നാർ അടക്കമുള്ള ടൂറിസം മേഖലയെയും ഇന്ന് പണിമുടക്ക് ബാധിക്കും. ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ പരമ്പരാഗത വ്യവസായങ്ങൾ, കയർ വ്യവസായം ഉൾപ്പെടെയുള്ള വ്യവസായങ്ങളെ ഇന്ന് പണിമുടക്ക് കാര്യമായി തന്നെ ബാധിക്കും. അതുപോലെ മത്സ്യത്തൊഴിലാളികളും ഇന്ന് പണിമുടക്കിൽ തന്നെയാണ്. കോട്ടയം റബ്ബർ മേഖലയിലും ഇന്ന് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളടക്കം ഇന്ന് പണിമുടക്കും. അത്തരത്തിൽ മധ്യകേരളത്തിലെ 5 ജില്ലകളിലും പണിമുടക്ക് ഈ ആദ്യ മണിക്കൂറുകളിൽ പൂർണ്ണമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അജിംഷാദ്. ശരി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. അർദ്ധരാത്രി മുതൽ രാജ്യം പണിമുടക്കിലേക്ക് നീങ്ങിയിരിക്കുന്നു. സംസ്ഥാനവും പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സമരത്തോടൊപ്പം തന്നെയുണ്ട്. വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഒന്നിച്ചുള്ള സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സമരപ്രഖ്യാപനത്തിൽ രാജ്യം ഒന്നാകെ അണിചേരുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ വളരെ ശക്തമായ സമരത്തിലേക്കാണ് തൊഴിലാളി സമൂഹം നീങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. കേരളത്തിലും തിരുവനന്തപുരം,
കൊച്ചി മേഖലകളിലടക്കമുള്ള വിവരങ്ങൾ നൽകുമ്പോഴും രാജ്യത്തിൻ്റെ സമരാഗ്നിക്ക് ഒപ്പം തോളോട് ചേരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി നമുക്ക് മലബാർ മേഖലയിലേക്ക് പോയാൽ അവിടെ സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. സിജു, എങ്ങനെയാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അടക്കം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ സമര നയങ്ങളിലേക്കാണ് ഇത്തരത്തിൽ തൊഴിലാളികൾ സമരത്തിലാകുന്നത്? എങ്ങനെ മലബാർ? ജിംഷാദ്, കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പണിമുടക്കിൽ മലബാറിലെ 6 ജില്ലകളും പൂർണ്ണമായും നിശ്ചലമാണ് എന്ന് പറയാം. ആദ്യ മണിക്കൂറുകൾ വിലയിരുത്തുമ്പോൾ വാഹനങ്ങളാണ് പ്രധാനമായും. വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. സ്വകാര്യ ബസ്സും അതോടൊപ്പം തന്നെ KSRTC ബസ്സും ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഇരുചക്ര വാഹനങ്ങൾ, ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഈ ആദ്യ മണിക്കൂറുകൾ നിരത്തിലിറങ്ങിയിരിക്കുന്നത്. അർദ്ധരാത്രി ആദ്യഘട്ടത്തിൽ ദീർഘദൂര വാഹനങ്ങൾ ഉൾപ്പെടെ സർവീസ് നടത്തിയിരുന്നെങ്കിലും പിന്നീട് അവയും സർവീസ് നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്തർ സംസ്ഥാന പാതയിലടക്കം പൂർണ്ണമായും വാഹന ഗതാഗതം നിലച്ച ഒരു സാഹചര്യമാണുള്ളത്. കാസർഗോഡ് കർണാടകയിൽ നിന്നുള്ള മഞ്ചേശ്വരം റൂട്ടിലും ചെക്ക് പോസ്റ്റിലും ഉൾപ്പെടെ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു വരുന്നില്ല. അതോടൊപ്പം വയനാട് ജില്ലയിൽ അന്തർ സംസ്ഥാന പാതയിലും കോയമ്പത്തൂർ പാലക്കാട് അന്തർ സംസ്ഥാന പാതയിലുമെല്ലാം ഒരു തരത്തിലുള്ള വാഹനങ്ങളും സർവീസ് നടത്തുന്നില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. പൂർണ്ണമായും മലബാറിലെ 6 ജില്ലയും ഈ 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പൊതുപണിമുടക്കിനോട് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം പൊതുപണിമുടക്കിന്റെ സന്ദേശം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ തൊഴിലാളികൾ പ്രകടനങ്ങളും പന്തം കൊളുത്തി പ്രകടനങ്ങളും ഉൾപ്പെടെ നടത്തിയിരുന്നു. അത് വളരെ വിപുലമായ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് ഈ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് മലബാറിലെ 6 ജില്ലകളിലും നടന്നത്. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ പൂർണ്ണമായും ഇന്ന് നിശ്ചലമാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളിലും എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും 10 മണിയോടുകൂടി തന്നെ പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ ധർണയും നിശ്ചയിച്ചിട്ടുണ്ട്. വൈകുന്നേരം വരെ ഈ ധർണ തുടരും. കോഴിക്കോട് മുതലക്കുളത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രകടനം നഗരം ചുറ്റിയ ശേഷം മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ എത്തും. തുടർന്ന് ഇവിടെയായിരിക്കും ധർണ നടക്കുന്നത്. മത്സ്യത്തൊഴിലാളി മേഖല, അതോടൊപ്പം തന്നെ സഹകരണ മേഖല, കർഷക തൊഴിലാളികൾ, അങ്ങനെ സമസ്ത മേഖലയിലെ തൊഴിലാളികളും ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പണിമുടക്കിന്റെ സന്ദേശങ്ങൾ പൂർണ്ണമായും മുദ്രാവാക്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ പണിമുടക്ക് മലബാറിലെ 6 ജില്ലകളിൽ വളരെ ശക്തമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങാനുള്ള ഒരു സാധ്യതയില്ല. KSRTCയിലെ മുഴുവൻ തൊഴിലാളികളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സർവീസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ദീർഘദൂര യാത്രക്കാർ ചിലർ എത്തുന്നുണ്ട്. അവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സൗകര്യം പോലീസ് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഹാജർ നില അറിയണമെങ്കിൽ ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. തീർച്ചയായും സിജു കണ്ണനാണ് വിവരങ്ങൾ മലബാർ മേഖലയിലെ നൽകിയത്. സമസ്ത മേഖലകളെയും സ്തംഭിപ്പിച്ച് തൊഴിലാളി സമരം രാജ്യത്ത് പുരോഗമിക്കുകയാണ്. കേരളവും തോളോട് ചേർന്ന സമരത്തിൽ അണിചേരുന്നു. സമസ്ത മേഖലകളും സ്തംഭിച്ചു. ആദ്യ മണിക്കൂറിൽ തന്നെ വലിയ സഹകരണമാണ് തൊഴിലാളി സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരായി രാജ്യത്ത് 10 ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിച്ച സമരത്തിലേക്കാണ് രാജ്യം അണിചേർന്നിരിക്കുന്നത്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് വിവിധ മേഖലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്.